ഹലോ. നമ്മൾ അച്ഛനുള്ള ലഞ്ചുമായിട്ട് പാടത്തേക്ക് പോവാണ് കേട്ടോ. അച്ഛൻ കാലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാടത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 4 ചേച്ചിമാർ നമ്മുടെ കൃഷിസ്ഥലത്ത് കള പറിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അത് സൂപ്പർവൈസ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഇനി ഉച്ചയ്ക്ക് അവർ കഴിക്കാൻ പോകുന്ന സമയത്ത് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കഴിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ ഇത്രയും ട്രിപ്പ് നടക്കണ്ടേന്ന് കരുതി ഞാനും മോളും കൂടി ഒരു 11 മണിയായപ്പോൾ അച്ഛനുള്ള ലഞ്ചുമായിട്ട് ഇറങ്ങിയതാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ചെറിയച്ചന്മാരുടെയും വലിയച്ചന്മാരുടെയൊക്കെ കൃഷിസ്ഥലമാണ് കേട്ടോ. എല്ലാ പാടങ്ങളിലും നല്ലപോലെ വെള്ളമുണ്ട്. നെൽച്ചെടി വളരാൻ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കണം. ഇവിടെ എത്തിയപ്പോഴാണ് വേറൊരു ചെടി കാണിച്ചു തരാമെന്ന് തോന്നിയത്. ഞാനൊരു റെസിപ്പി ചെയ്തിരുന്നു, പച്ച തുവരയ്ക്ക മണികൾ കൊണ്ടുള്ളൊരു റെസിപ്പി. നമ്മുടെ ദാൽ അല്ലെങ്കിൽ തുവരപ്പരിപ്പ് ഉണ്ടാവുന്നത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ചെടിയിലാണ്. കണ്ടോ, ഇതാണ് തുവരച്ചെടി. നല്ലപോലെ കാറ്റുള്ള പ്രദേശത്താണ് ഈ തുവരച്ചെടിയിൽ കായകളുണ്ടാവുക, അതായത് തുവരമണികളുണ്ടാവുക. ഇതിനകത്ത് തുവരമണികളൊക്കെ മൂത്ത് പാകമാകുമ്പോൾ നമ്മളിതിങ്ങനെ പറിച്ചുകൊണ്ട് പോയി തൊലിച്ച് ആ പച്ച തുവരയ്ക്ക മണികളെ കറി വയ്ക്കും. അതായിരുന്നു അന്നത്തെ റെസിപ്പി. ഇത് ചെടിയിൽ തന്നെ നിന്ന് ഉണങ്ങിയ ശേഷം അതിനെ പുറത്തെടുത്ത് ഷെല്ലൊക്കെ മാറ്റി അകത്തുള്ള സാധനമാണ് പിന്നെ തുവരപ്പരിപ്പായിട്ട് വരുന്നത്. ഇവിടെ 2 രീതിയിൽ കൃഷി ഇറക്കാറുണ്ട് കേട്ടോ. നേരിട്ട് വിത്ത് വിതച്ച് വിളവാകുമ്പോൾ കൊയ്തെടുക്കുന്ന രീതിയുമുണ്ട്. നേരത്തെ തയ്യാറാക്കുന്ന ഞാറ്, അതായത് 20-25 ദിവസത്തോളം പ്രായമുള്ള നെൽച്ചെടികളെ ഞാറെന്ന് പറയും. അതിൽ കാലിവളം പച്ചിലവളമൊക്കെ വേണ്ടുവോളം ചേർത്ത് വെള്ളം കയറ്റി നിർത്തി പൂട്ടി ഒരുക്കിയ വയലുകളിലേക്ക് പറിച്ച് നട്ട് വളർത്തിയെടുക്കുന്ന രീതി നിലവിലുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ ടൈപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 രീതിയിലും നിലത്തിൻ്റെ നിരപ്പ് ഒരേപോലെ ആക്കി നിർത്തി എല്ലാ സ്ഥലങ്ങളിലും ഒരേ അളവിൽ വെള്ളം കിട്ടുമെന്ന് ഉറപ്പാക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെൽച്ചെടിയെ പോലെ അതിൻ്റെ തന്നെ ഹൈറ്റിലോ അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തിലോ വളർന്നു പൊങ്ങുന്ന ചെടികളെയാണ് കളകളെന്ന് പറയുക. ഇത് നേരത്തെ പറിച്ചു മാറ്റണം കേട്ടോ. ഈ വരമ്പത്ത് കൂട്ടിയിട്ടിട്ടുള്ളതൊക്കെ കളകളാണ്. ഇവർ പറിച്ചെടുത്ത കളകളൊക്കെ ഇങ്ങനെ വരമ്പത്തേക്ക് എറിഞ്ഞതാണ് ഈ കാണുന്നത്. വരമ്പിൽ കാണുന്ന കളകളൊക്കെ അങ്ങനെ വന്നതാണ്. ഇത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് കേട്ടോ. കാരണം കള പറിക്കാന്ന് വെച്ചാൽ കാണുമ്പോൾ നോക്കിയോ, നമ്മുടെ നെൽച്ചെടി പോലെ തന്നെ ഉണ്ടാവും ഏകദേശം. നെൽച്ചെടികളെ ചവിട്ടാതെയും അതിനെ നശിപ്പിക്കാതെയും അതിൻ്റെ ഇടയിലൂടെ നടന്ന് നെൽച്ചെടികളെ കണ്ടോ ഇങ്ങനെ വകഞ്ഞ് മാറ്റി തെരഞ്ഞ് കണ്ടുപിടിച്ച് കളകൾ പറിച്ച് വരമ്പത്തിടും. നമ്മൾ ഒരു ട്രിപ്പ് കളനാശിനി ചെയ്തതാണ്. അതുകൂടാതെ ഒരു ട്രിപ്പ് കരാറുകാരെ കൊണ്ടും കള പറപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വയലിൽ കുറച്ച് കള കണ്ടപ്പോൾ നേരത്തെ പറിച്ച് മാറ്റാമെന്ന് കരുതിയാണ് ഈ ചേച്ചിമാർ വന്നിട്ടുള്ളത്. ഇവർ 4 പേരും കൂടെ ഒരു റോ പറിച്ച് ഇവിടെ എത്തിയിട്ടോ, വരമ്പിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി വരമ്പിൽ കയറി 4 പേരും കൂടെ അടുത്ത റോ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പറിച്ചു തുടങ്ങും. ഇവിടങ്ങളിൽ ഇതിനെ തവട്ടാന്നും പറയാറുണ്ട് കേട്ടോ. കാട് പോലെ വളർന്ന് നെൽച്ചെടിയെ നശിപ്പിക്കാനൊക്കെ പ്രാപ്തിയുള്ളൊരു തരം ചെടിയാണ് ഈ കള എന്ന് പറയുന്നത്. അവരടുത്ത റോയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം വരമ്പിൻ്റെ സൈഡിലുള്ളതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നിന്ന് പറിച്ച് തുടങ്ങും. പറിച്ച് നടന്ന് അങ്ങേ അറ്റത്തെ വരമ്പിലെത്തും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സിഗ്സാഗായിട്ട് നടന്നുകൊണ്ടേയിരിക്കും പരിപാടി. അപ്പോൾ കളപറി അത്രയേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു.
കണ്ടില്ലേ, നെൽച്ചെടികളെ ചവിട്ടാതെ പതുക്കെ ഓരോ കാല് പൊക്കി പൊക്കി വെച്ചിട്ടാണ് അവർ നടന്ന് നീങ്ങുന്നത്. നമ്മൾ ഇങ്ങേ അറ്റം എത്തുമ്പോഴേക്കും അവർ നടന്ന് ഏകദേശം മിഡിലെത്താറായി കേട്ടോ. തിരിച്ചു പോരുമ്പോഴേക്കും അത്യാവശ്യം വെയിലായി തുടങ്ങി. കുഞ്ഞെന്തൊക്കെയോ പെറുപിറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വഴിയിലൊക്കെ. ഞാൻ ഈ വഴിയിൽ തൊട്ടാവാടിയും പൂച്ചെടിയൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഒരു ഫോട്ടോ എടുത്താണേ. നമ്മൾ ഈ റോഡ് അവസാനിക്കുന്നിടം വരെ വണ്ടിയിലാട്ടോ വരാറ്. ഈ റെഡ് അച്ഛൻ്റെ വണ്ടിയാണേ. അപ്പോൾ പാടത്തേക്ക് പോകുന്നത് സാധാരണ ഇവിടെ വണ്ടി നിർത്തി ഇത് കണ്ടോ, ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകാറാണ് പതിവ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്, കറുകോലി ഇളയ ഭഗവതി ക്ഷേത്രം. ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് നിർത്തിയിട്ടിട്ടാണ് നമ്മൾ പാടത്തേക്ക് പോകാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.